ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. ധ്രുവന്റെ സന്തതി ചരിത്രം. ധ്രുവൻ പുത്രനായ ഉത്കലനെ രാജ്യമേൽപ്പിച്ചെങ്കിലും ഉത്കലനു രാജ്യഭരണ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായില്ല. പരമസാത്വികനും ജ്ഞാനിയുമായ അദ്ദേഹം ആധ്യാത്മിക ചിന്താഗതിയോടെ ഭൗതിക കാര്യങ്ങളിൽ നിന്നു പാടെ വിട്ടുനിന്നു. ജനങ്ങൾ ഇളമുറ രാജാവായ വത്സരനെ രാജാവാക്കി. വത്സരന്റെ പുത്രനായി പുഷ്പാർണനുണ്ടായി. അദ്ദേഹത്തിനു പ്രഭയെന്ന പത്നിയിൽ 7 പുത്രന്മാരുണ്ടായി. അവരിൽ വ്യുഷ്ടൻ രാജാവായി. വ്യുഷ്ടന്റെ പുത്രൻ ചക്ഷുസ്. അദ്ദേഹത്തിനു മകനായി മനുവും മനുവിന്റെ പുത്രനായി ഉന്മുഖനും പിറന്നു. ഉന്മുഖന്റെ പുത്രനായ അംഗൻ ജനക്ഷേമ തത്പരനായി രാജ്യം ഭരിച്ചു. അശ്വമേധാദി യാഗങ്ങളും അദ്ദേഹം ചെയ്യിച്ചു. പക്ഷേ അനപത്യനായ അംഗന്റെ യാഗത്തിൽ ഹവിർഭാഗം സ്വീകരിക്കാൻ ദേവന്മാരാരും എത്തിയില്ല. സന്താനമുണ്ടായാലേ ദേവന്മാർ ഹവിസ് സ്വീകരിക്കുകയുള്ളൂവെന്ന് ഋത്വിക്കുകൾ പറഞ്ഞതനുസരിച്ച് അംഗൻ പുത്രകാമേഷ്ടി യജിച്ചു. യാഗാഗ്നിയിൽ നിന്നു പൊന്തിവന്ന പുരുഷൻ നൽകിയ പായസം അംഗൻ പത്നിയായ സുനീധയ്ക്കു നൽകി. മൃത്യുവിന്റെ പുത്രിയായ സുനീധ വേനൻ എന്ന പുത്രനെ പ്രസവിച്ചു. ദുശ്ശീലങ്ങൾക്കും ദുഷ്ടതയ്ക്കും വിധേയനായ വേനനെ ശിക്ഷിച്ചു നേർവഴിക്കു കൊണ്ടുവരാൻ അംഗൻ വളരെ പരിശ്രമിച്ചു പരാജയപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം രാജ്യമുപേക്ഷിച്ച് എങ്ങോട്ടോ പോയി. ഗത്യന്തരമില്ലാതെ പ്രജകൾ വേനനെ രാജാവാക്കി. വേനൻ ദുഷ്പ്രവൃത്തികൾ നിരന്തരം തുടർന്നു. എല്ലാവരും തന്നെ മാത്രമേ പൂജിക്കാവൂ എന്നു പ്രഖ്യാപിക്കാനും വേനൻ മടിച്ചില്ല. മുനിമാരും ദേവന്മാരുമെല്ലാം വേനനെ സന്മാർഗത്തിൽ നടത്തുവാൻ ശ്രമിച്ചു. എല്ലാ പരിശ്രമങ്ങളും വിഫലമായി. മഹർഷിമാർ വേനനെ ശാപം കൊണ്ടു വധിച്ചു. പുത്രവത്സലയായ സുനീധ മന്ത്രവും ഔഷധങ്ങളും പ്രയോഗിച്ച് വേനന്റെ ശരീരം ചീയാതെ സൂക്ഷിച്ചു. ചിത്തം തെളിഞ്ഞന്നു മൈത്രേയ വാക്കു കേട്ടത്യാദരാലുടനപ്രചേതാക്കളെ സത്യം ഗൃഹീതുമപേക്ഷിച്ചളവുടനുത്തരം ക്ഷത്താവിനോടരുൾ ചെയ്യുന്നു. തദ്ധ്രുവൻ തൻ കുലത്തിങ്കലുള്ളോർ ചിലരത്രേ പുനരപ്രചേതാക്കളായതും. പുത്രൻ ധ്രുവനുൽക്കലനവൻ തൻ പിതാ മുക്തനായി പോയോരനന്തരം താൻ തഥാ പൃഥ്വീപരിപാലനത്തിനഭിരുചി ചിത്തെ പെരുകയുണ്ടായില. ശാന്തനായി നിത്യം പരബ്രഹ്മ തത്പരനായാത്മതത്വാർത്ഥ വിജ്ഞാനിയായി ചമഞ്ഞിടിനാൻ. തത്പ്രഭാവം കണ്ടു ഭൂപരിപാലന ശില്പമൊഴിഞ്ഞ രാജത്വം ഭവിക്കയാൽ സത്വരം തത്പ്രജാവർഗമൊരുമിച്ചു ചിത്രചരിത്രവാനാം ധ്രുവപുത്രനെ വത്സക വത്സരം വാഴിച്ചിതങ്ങവൻ പുത്രനാകുന്നതു പുഷ്പാർണനെന്നവൻ. പുഷ്പാർണ പത്നിയാകും പ്രഭ പെറ്റതങ്ങപ്രാതരും ബദ മധ്യന്തിനം സായം. മറ്റു പ്രദോഷൻ നിശീധനും വ്യുഷ്ടനും പെറ്റുടൻ ദോഷ തനൂജന്മാരെന്നതിൽ വൃഷ്ടനാകുന്നവൻ വാണാനന്തരം. വ്യുഷ്ടൻ സർവതേജസ്സു ചക്ഷുസ്സജൻ തത്പുത്രനാം മനു തത്പുത്രനുന്മുഖൻ. തത്പുത്രനങ്കനാകുന്നവൻ താൻ മുതാ വിശ്വംഭരാ പരിപാലന തത്പര. നശ്വമേധക്രിയയാ യജിക്കും വിധൗ നിർജ്ജരന്മാർ ഹവിർഭാഗത്തിനായിങ്ങു നിർഗമിച്ചിലെന്ന ഋത്വിക്കുകൾ ചൊന്നാർ.
തത്കാരണമറിവാൻ സദസ്യന്മാരോടക്കാലമങ്ങവൻ ചോദിച്ചതിന്നവർ ചൊന്നാർ, നിനക്കപത്യം ഭവിക്കായ്ക കൊണ്ടിങ്ങു വരാഞ്ഞു ഹവിർഭാഗഭോജികൾ. എന്നാലുടൻ ജഗന്നായകാജ്ഞാവശാൽ ഇന്നു നിനക്കപത്യം ഭവിച്ചിടിനാൽ ഉള്ള കാലം കൊണ്ടു ദേവകൾ വന്നുടൻ കൊള്ളും ഹവിർഭാഗമെന്നു സദസ്യന്മാർ ചൊല്ലിയതാഹന്ത കേട്ടു നൃപോത്തമൻ. നല്ലൊരു പുത്രകാമേഷ്ടി തുടങ്ങിനാൻ. തത്ര കശ്ചിത് ദിവ്യപുരുഷനപ്പൊഴുതുദ്ധായ കുണ്ഠത്തിൽ നിന്നവൻ തന്നെ ഹസ്തേ പരിപൂർണ പൊൻപാത്രപായസമത്യാദരേണ ഹോതാവു കൈക്കൊണ്ടുടൻ പൃഥ്വീശനങ്ങു കൊടുത്തിതു. ഭൂപതി സത്തമൻ വാങ്ങി ഹർഷാതിശയാത്മനാ സത്വരം ചെമ്മേയതിനെ സുനീധയാം പത്നിക്കു നൽകിയതങ്ങവളും തഥാ വാങ്ങി പരിചോടസിച്ചു ഭർത്താവിനെ താങ്ങിപ്പുണർന്നു. ലഭിച്ചിതു ഗർഭവും വേനനെന്നിങ്ങനെ പേരായിരിപ്പൊരു സൂനു തന്നെയവൾ പെറ്റുളനായവൻ. മൃത്യുവിൻ ദൗഹിത്രനാകയാലും തനിക്കുദ്ഭവമാം ഹവിസ്സേറ്റമശുദ്ധമായി വർത്തിക്കയാലും അധാർമ്മികനായി ചമഞ്ഞെത്രയും കശ്മലനായാൻ ചെറിയന്നേ. പുത്രനെ ശിക്ഷിച്ചനേകം പ്രകാരത്തിലത്യന്തമേറ്റം പണിപ്പെട്ടിതങ്കനും തച്ഛിക്ഷയാലവനേതും വഴി വരാഞ്ഞച്ഛനും ദുഃഖിതനായാനനുദിനം. പുത്രൻ വശമല്ലയായ്കയാലെന്തിനർത്ഥരാജ്യാദികളെന്ന വൈരാഗ്യവും ചിത്തെ വളർന്നു മുഴുത്തനീശം നിജയത്നമശേഷമൊഴിച്ചു ഭൂപാലകൻ. രാത്രിയിൽ രാജ്യവും ത്യക്ത്വാപി മാനസേ ചീർത്തഴൽ തീർത്തു പുറപ്പെട്ടു പോയവൻ. തീർത്ഥങ്ങളാടിയാടി തിരുനാമവും കീർത്തനം ചെയ്തു ഗതി ലഭിച്ചിടിനാൻ. രാജ്യനിവാസികളെന്തിനി നല്ലതെന്നോർച്ച മുഴുത്തു കൽപ്പിച്ചൃഷിവർഗവും ത്യാജ്യമല്ലെന്ന തുറച്ചവർ വേനനെ രാജ്യാധിപത്യാർത്ഥമായി കൊണ്ടിരുത്തിനാർ. ദുർവൃത്തനാകിയ വേനനുമിങ്ങനെ സർവാർത്ഥമെല്ലാം തനിക്കായി ചമഞ്ഞപ്പോൾ നിർമര്യാദങ്ങൾ ചെയ്തഹോ ഭൂമിയിൽ ധർമ്മമാർഗങ്ങളെല്ലാം ഒഴിച്ചിടിനാൻ. ദുഷ്ടരായുള്ളവരെല്ലാം ഭയപ്പെട്ടു ദുഷ്ടത വേനങ്കലാക്കി ഒളിച്ചപ്പോൾ ശിഷ്ടരാം സാധുക്കൾ തമ്മെയുപദ്രവിച്ചൊട്ടും പൊറുതിയില്ലാതെ കണ്ടാക്കിനാൻ. നിത്യം ജഗത്തിങ്കൽ നാഥനാകുന്നതീ പൃഥ്വീശനായ ഞാനെന്നു നിനച്ചവൻ കഷ്ടം ജഗത്തിങ്കലീശ്വരനായതും ദുഷ്ടനായുള്ള ഞാനെന്നുറച്ചിടിനാൻ. എന്നെയല്ലാതെ മറ്റാരെയും കണ്ടിനി വന്ദിച്ചു പൂജിക്കരുതൊരു ഭൂതരും ഞാനൊഴിഞ്ഞില്ലൊരു നാഥനുലകിതിൽ. നൂനമെന്നെ ഭജിക്കേണമെല്ലാവരും നാരായണനെയും ഈശാനനെയുമങ്ങാരും വണങ്ങരുതെന്തവരാൽ ഫലം. നാമം ജപിപ്പതെന്റേതൊഴിഞ്ഞാരുമീ പാർമേലരുതിനി എന്നേവമാദിയാം നീതി നടത്തുകയാലധികം സഹിയാതെ വലഞ്ഞുഴന്നിടിനാരേവരും. വാനവരും മുനിമാരുമതു കണ്ടു ദീനത പൂണ്ടു ധർമ്മത്തെ നടത്തുവാൻ കൂടി നിരൂപിച്ചു വേനനെ ചെന്നു കണ്ടാടലൊഴിഞ്ഞു സാമാദ്യുപായങ്ങളാൽ. നാനാവിധം ധർമ്മനീതികൾ ചൊന്നതജ്ഞാനി താനാദരിച്ചില ചെറ്റേതുമേ. കോപം മുഴുത്തു ഋഷിമാർ മഹാപാപിയെ താപേന ഹുങ്കാരം കൊണ്ടു വധം ചെയ്താർ.
പോയാർ പുനരവരാശ്രമം തോറുമങ്ങായതലോചനയായ സുനീതയും മാരിതനായവൻ തന്നെ വിദ്യാബലാൽ ധീരതയാബത കാത്തുകൊണ്ടിടിനാൾ. ജയ ജയ ശ്രീ രാധേശ്യാം.